ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ വൈജയന്തി ഒരു ഗ്ലാസ് ചായ കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ ബാലേന്ദ്രന്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു അലീന എവിടെയെന്ന്. അപ്പോൾ എന്നാത്തിനാന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ, അല്ല സാധാരണ അലീനയാണല്ലോ എനിക്ക് ചായ കൊണ്ടുതരാറുള്ളതെന്ന് പറയുമ്പോൾ വൈജയന്തിക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ വൈജയന്തി പറയാണ് അവളുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങിച്ചു കുടിച്ചാൽ എന്താ രുചി കൂടുതൽ ഉണ്ടാവുമോ എന്ന് ചോദിക്കട്ടെ. അപ്പോൾ ബാലേന്ദ്രൻ ഒരു ആക്കിയ ചിരി അങ്ങ് ചിരിക്കുമ്പോൾ എന്ത് കോപ്രായി കാണിക്കുന്നതെന്ന് വൈജയന്തി ചോദിക്കുകയാണ്. അപ്പോൾ വിഡ്ഢി ചോദ്യത്തിന് ഇതുപോലെയുള്ള കോമാളിച്ചിരിയാണ് നല്ല ഉത്തരം എന്ന് ബാലേന്ദ്രൻ പറയുകയാണ്. പിന്നീട് പത്രം വായിക്കുകയാണ് കേട്ടോ. അപ്പോൾ പത്രത്തിൽ ജോലിക്കാരിന് ആവശ്യമുണ്ട് എന്നുള്ളൊരു പരസ്യം കാണുന്നുണ്ട്. അപ്പോൾ വൈജയന്തിനോട് പറയാം വേണമെങ്കിൽ കുറിച്ച് വെച്ചോ, നമുക്കൊരു സെർവൻറ്റിന് ആവശ്യമുണ്ടല്ലോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞോ സെർവൻറ്റിന് വേണം എന്നിങ്ങനെ വൈജയന്തി ചോദിക്കുമ്പോൾ, നീ ഇന്നലെ പറഞ്ഞല്ലോ അലീനേനെ ഇന്ന് പിരിച്ചു വിടാൻ പോവുകയാണെന്നുള്ളത്, അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറയുമ്പോൾ വൈജയന്തി ബാലേന്ദ്രനോട് പറയുന്നുണ്ടായിരുന്നു ഇന്ന് ഞാൻ ആരെയും പിരിച്ചു വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഇനിയിപ്പോൾ നാളത്തെ കാര്യം നാളെ തീരുമാനിക്കാം എന്ന് പറയട്ടോ. അപ്പോൾ ഇതാണോ അടവ് നയം എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ബാലചന്ദ്രനാണെങ്കിലും. അപ്പോൾ പിന്നീട് വൈജയന്തി പറയുന്നുണ്ടായിരുന്നു എനിക്ക് മാത്രമാണല്ലോ ഇവിടെ ഇങ്ങനെ അവളെ പിടിക്കാത്തത്, ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അവൾ കണ്ണിലുണ്ണിയാണല്ലോ എന്ന് പറയട്ടെ. അപ്പം അങ്ങനെ കണ്ണിലുണ്ണി ആവാനും വേണം ഒരു ഭാഗ്യം, അതിങ്ങനെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, ഒരു ദോഷം മറിച്ചിടുന്ന പോലെ എളുപ്പമുള്ള കാര്യമല്ല എന്ന് പറയും കേട്ടോ. അതിന് സഹനം വേണം, ത്യാഗം വേണം, നന്മ വേണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ വൈജയന്തിക്ക് അതങ്ങ് പിടിക്കുന്നില്ല. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു ബാലേന്ദ്രൻ ഒരു ചില്ലുകൂട് പണിതതാ, എന്നും രാവിലെ അവളെ അതിൻ്റെ ഉള്ളിൽ കയറ്റി നിർത്തിയിട്ട് ഒരു മെഴുകുതിരിയും കത്തിച്ച് വെക്കാം എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും വൈജയന്തിനോട് പറയുന്നുണ്ടായിരുന്നു സ്വന്തം കയ്യിൽ നിന്ന് തെറ്റുകളും അബദ്ധങ്ങളും ഒക്കെ സംഭവിച്ചവരാണ് മറ്റുള്ളവരെ ഇട്ടിങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നതായിരിക്കും ശരി. ഒരു ഭാഗത്ത് നമ്മൾ ചെയ്ത തെറ്റ് മറയ്ക്കാനുള്ള ശ്രമം, അതുപോലെ തന്നെ നമ്മൾ ചെയ്ത തെറ്റെല്ലാം മറ്റുള്ളവർ ചെയ്യുമെന്ന് വരുത്തി തീർക്കുമ്പോഴുണ്ടാകുന്ന ഒരു മനസ്സമാധാനം, അതാണ് ഇപ്പോൾ നീ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണോ ബാലേന്ദ്രൻ പറയുന്നതെന്ന് ചോദിക്കട്ടോ. അപ്പോൾ അതൊന്നും എനിക്കറിയില്ല, നിനക്കല്ലേ അതൊക്കെ അറിയുള്ളൂ. എന്നിട്ട് ബാലേന്ദ്രനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു വേശ്യയുടെ ചാരിത്ര പ്രസംഗം എന്നുള്ളൊരു പ്രയോഗമുണ്ട്, അത് വെറുതെ പറയുന്നതല്ല, അതൊരു സൈക്കോളജിയാണെന്ന് പറയൂ കേട്ടോ. അപ്പോൾ എന്തായാലും എന്നെ ഉദ്ദേശിച്ച് തന്നെയാണല്ലോ ബാലേന്ദ്രൻ ഇതൊക്കെ പറയുന്നതെന്ന് വൈജ ചോദിക്കുന്നുണ്ടായിരുന്നു, അല്ലാതെ പാലമറ്റത്തെ ത്രേസ്യാമ്മയെ കുറിച്ചല്ലല്ലോ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് ബാലേന്ദ്രൻ പറയുകയാണ് നിന്നെ ഞാൻ കാണാതെ നിന്നെ ഇങ്ങനെ നീ ജനിച്ചത് തൊട്ട് നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയതാണ്, അന്ന് നിനക്ക് പൊക്കിൾ കൂടി മുറിഞ്ഞിട്ടൊന്നുമില്ല, അന്ന് തൊട്ടേ ഞാൻ നിന്നെ കാണുന്നതാണ്. പിന്നെ ഞാൻ ഒരു 3 വർഷം മാത്രമേ നിന്നെ കാണാതിരുന്നിട്ടുള്ളൂ, അത് നീ ആഗ്രയിൽ പോയി നിന്ന ആ വർഷങ്ങളാണെന്ന് പറയും കേട്ടോ. അപ്പോൾ വൈജയന്തിക്ക് ആകെ ടെൻഷൻ ആവാൻ തുടങ്ങി. അപ്പോൾ ഒരു ആഗ്രഹം വേറെ ഒന്നും പറയാനില്ലേ എന്ന് ചോദിക്കും കേട്ടോ. എന്നിട്ട് വൈജയന്തി പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് എണീറ്റ് പോകുമ്പോൾ നീ എവിടെ പോകാമെന്ന് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാലേന്ദ്രനോട് വൈജയന്തി പറയാണ് പഴംപുരാണം പറഞ്ഞിരിക്കാൻ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. ആഗ്രയിലെ കാര്യം പറഞ്ഞപ്പോൾ വൈജയന്തിക്ക് ആകെ ടെൻഷനായിട്ട് അപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് അങ്ങ് എണീറ്റ് പോവാണ്. അത് കഴിഞ്ഞ് പിന്നീട് രോഹിത്തിനെയാണ് കാണിക്കുന്നത്. രോഹിത്ത് ഹരീനെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാടെ രാവിലെ തന്നെയെന്ന് ഹരി വിളിക്കുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി, ഒരു അത്ഭുതം സംഭവിച്ചു എന്ന് പറയും. അപ്പോൾ നീ ആദ്യം കാര്യം പറയേ, അത്ഭുതമാണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം എന്നിങ്ങനെ ഹരി പറയുകയാണ് കേട്ടോ. അപ്പോൾ റൂബി എന്നോട് മിണ്ടി എന്ന് പറയുമ്പോൾ ഹരി പറയുന്നുണ്ടായിരുന്നു ശരണ്യ എന്നോടൊരു 150 തവണ ഇണങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇത് അതുപോലെയല്ലല്ലോ, അവൾ പിണങ്ങി നിൽക്കുകയായിരുന്നല്ലോ, അവൾ സറണ്ടറായി എന്നിങ്ങനെ രോഹിത്ത് പറയുമ്പോൾ നീ വിളിക്കുന്നിടത്ത് അവൾ വരാമെന്ന് പറഞ്ഞു എന്നിങ്ങനെ ഹരി വലിയ ഇതിൽ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരില്ല, വേറെ എവിടേക്കെങ്കിലുമൊക്കെ വരാമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ശരണ്യനെയും റൂബിനെയും തമ്മിൽ നമുക്ക് കൂട്ടിമുട്ടിക്കാം, അപ്പോൾ അതുകൊണ്ട് എന്താ മെച്ചെന്ന് രോഹിത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് അവൾക്ക് ഒന്നിനും ധൈര്യം ഇല്ലാത്തത്, 2 പേര് ചേർന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ധൈര്യമായിരിക്കും എന്നൊക്കെ പറയണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ രഞ്ജു അവിടേക്ക് വന്നിട്ട് ഇങ്ങനെ ഹരിനോട് ഇങ്ങനെ മൊബൈൽ റീചാർജ് ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരിയാണെങ്കിൽ അവളെ പെട്ടെന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് അവളോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നീ കള്ളം പറഞ്ഞ് മനുവേട്ടൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ പണം അടിച്ച് മാറ്റും, എന്നിട്ട് കൂട്ടുകാരുടെ കൂടെ പോയിട്ട് അർമാദിക്കല്ലേ ചെയ്യുന്നത്, ഓരോന്ന് വാങ്ങിച്ച് കഴിച്ചിട്ട് എന്ന് പറയട്ടെ. അപ്പോൾ സൗകര്യം ഉണ്ടെങ്കിൽ ഒന്ന് റീചാർജ് ചെയ്ത് താന്ന് പറയുമ്പോൾ എനിക്ക് സൗകര്യം ഇല്ല എന്ന് ഹരി പറയട്ടെ. അപ്പോൾ രഞ്ജു അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് രോഹിത്താണെങ്കിലും ഇന്നലെ മുത്തശ്ശി വീണ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഹരീനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മുത്തശ്ശി ഇനി ഇപ്പോൾ ഉടനെയൊന്നും അലീനനെ പറഞ്ഞു വിടാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് ഇനിയും സമയമുണ്ടല്ലേ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടത്താനെന്ന് ഹരി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത്ത് പറയും ഇഷ്ടംപോലെ സമയമുണ്ട് എന്ന് കേട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ പ്ലാൻ ചെയ്യാം, ഇനിയിപ്പോൾ ഡേറ്റൊക്കെ ഞാൻ നിന്നെ വിളിച്ച് പറയാട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഹരി രോഹിത്തിനോട്. അപ്പോൾ പിന്നെ അവർ ആ സംസാരം കഴിഞ്ഞ് കോള് കട്ട് ചെയ്യാണ്. അതിനുശേഷം പിന്നീട് രേവതിക്കുട്ടിയാണെങ്കിലും ജിജോയുടെ കബോർഡൊക്കെ ആകെ തിരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഡയറിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. 2019 ജിജോ ചേട്ടൻ മരിച്ചതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഡയറിയൊക്കെ എടുത്താണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ അതിൽ എഴുതിയതൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷെറിനും ജിജോയും കൂടെ റിസോർട്ടിൽ പോയ കാര്യങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഡയറി എടുത്തിട്ട് നേരെ ഗ്രേസമ്മയുടെ അടുത്തേക്കാണ് രേവതിക്കുട്ടി ചെല്ലുന്നത്.
പിന്നീട് രേവതിക്കുട്ടിയാണെങ്കിലും ആ ഡയറി ഗ്രേസമ്മേനെ കാണിക്കുകയാണ് കേട്ടോ, ഇത് നോക്കുമെന്ന് പറയും. അപ്പോൾ ഇത് എന്നാന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ജിജോ ചേട്ടൻ്റെ ഡയറിയാണെന്ന് പറയട്ടെ. അപ്പോൾ നീ എന്തിനാ ഇതൊക്കെ എടുത്ത് നോക്കുന്നത്, മറ്റുള്ളവരുടെ ഡയറി വായിക്കുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വായിച്ചാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയണമെങ്കിൽ അറിയുള്ളൂ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. പിന്നീട് അതിലിങ്ങനെ അവർ തമ്മിൽ ഷെറിനും അതുപോലെ തന്നെ ജിജോയും കൂടെ റിസോർട്ടിൽ പോയ കാര്യങ്ങളൊക്കെ അവർ ഒരുമിച്ച് താമസിച്ച കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഗ്രേസമ്മേനോട് പറയുമ്പോൾ ഗ്രേസമ്മയ്ക്കൊരു അത്ഭുതമാണ് കേട്ടോ. അവർ തമ്മിൽ നല്ല സ്നേഹത്തിലായിരുന്നു എന്നൊക്കെ രേവതിക്കുട്ടി ആദ്യം പറയുമ്പോൾ, അതുകൊണ്ടാണല്ലോ ഞങ്ങൾ, അതിപ്പോൾ നീ ഇങ്ങനെ പറഞ്ഞിട്ട് വേണോ എനിക്കറിയാൻ, അതുകൊണ്ടല്ലേ അവരുടെ കല്യാണം വരെ തീരുമാനിച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്താണ് പിന്നീട് രേവതിക്കുട്ടി അവർ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ജിജോ ചേട്ടൻ മരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഷെറിൻ ചേച്ചി പ്രഗ്നൻ്റ് ആയിരുന്നു എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ പ്രഗ്നൻസി കിറ്റൊക്കെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമോ, അപ്പോൾ നീ എന്താ പറയുന്നത്, ജിജോ മരിക്കുന്ന സമയത്ത് ഷെറിൻ്റെ വയറ്റിൽ എൻ്റെ ജിജോൻ്റെ കുഞ്ഞുണ്ടായിരുന്നു എന്നാണോ എന്നൊക്കെ ഇങ്ങനെ ഗ്രേസമ്മയാണെങ്കിലും ഭയങ്കര ആകാംക്ഷയിൽ ചോദിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്താ കാര്യങ്ങൾ നടന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ മൊബൈൽ നന്നാക്കിയാലേ പറ്റുള്ളൂ. ഞാനിത് കുറേ ചാർജ് ചെയ്യാൻ നോക്കിയതാണ്, പക്ഷേ പറ്റുന്നില്ല എന്ന് പറയൂ കേട്ടോ. ഒരു 4 വർഷമൊക്കെ അങ്ങനെ ഇരുന്നതല്ലേ, അതുകൊണ്ടായിരിക്കും. ഇനിയിപ്പോൾ ഇത് കടയിൽ കൊടുത്ത് നന്നാക്കിപ്പിക്കണം എന്ന് പറയുകയാണ്. ഇത് നന്നാക്കി കിട്ടിയിട്ട് എന്താ കാര്യം എന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോൾ അതിൽ അവരുടെ ചാറ്റ് ഉണ്ടാവും, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം ഇനിയിപ്പോൾ ഷെറിൻ ചേച്ചി പ്രഗ്നൻ്റ് ആയിരുന്നോ ഇല്ലയോ എന്നുള്ളതെന്ന് പറയട്ടോ. എന്നാൽ പിന്നെ ഇത് നമുക്ക് തന്നെ ജോസൂട്ടിയുടെ അടുത്ത് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ ആദ്യം ഗ്രേസമ്മ. അപ്പോൾ പറയും വേണ്ട, നമ്മൾ തന്നെ പോകണം, നമ്മൾ പോയിട്ട് അതിലെ ഡാറ്റാസ് ഒന്നും കളയരുത് എന്ന് അവരോട് പറയണം എന്ന് പറയട്ടോ. എന്നാൽ പിന്നെ നമുക്ക് ഇപ്പോൾ തന്നെ പോവാം, നീ പോയിട്ട് റെഡി ആയിട്ട് വാ എന്ന് പറയൂ കേട്ടോ. പിന്നെ മനു താമസിക്കുന്നിടത്തേക്ക് അനന്യ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അന്ന് രാമപുരത്തെ ഒരു അനന്യയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ കമല. അപ്പോൾ ആ കുട്ടി വരുന്നുണ്ടായിരുന്നു. ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ മനു താമസിക്കുന്നിടത്തേക്ക് വരുന്നത്. മനു ആണെങ്കിൽ അലക്കാനുള്ള തുണികളെല്ലാം എടുത്തിങ്ങനെ എടുത്ത് ബക്കറ്റിൽ ഇട്ടുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അപ്പോഴായിരിക്കും ഡോറ് ബെല്ലടിക്കുന്നത് കേൾക്കുന്നത്. അപ്പോൾ അനന്യനെ കാണുമ്പോൾ പെട്ടെന്ന് സർപ്രൈസായി പോകുമെന്ന് അവൾ വിചാരിച്ചു. ഞെട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ നീ എന്നോട് വിളിച്ച് പറഞ്ഞു പോലും ഇല്ലല്ലോ നീ ഇങ്ങോട്ടാണ് വരുന്നതെന്നുള്ളതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അനന്യാണെങ്കിലും. അപ്പോൾ അലക്കാനിടാൻ പോവായിരുന്നു, ഇവിടെ ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണെന്നൊക്കെ പറയും കേട്ടോ അനന്യ റൂമിലേക്ക് കയറുമ്പോൾ. നിന്നെ ഞാനിപ്പോൾ എവിടെയൊന്ന് ഇരുത്തുകയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവിടുന്ന് കുറച്ച് തുണികളൊക്കെ മാറ്റിയിട്ട് അവിടെ ഇരുന്നോ എന്ന് പറയും. എനിക്ക് അങ്ങനെ ഇരിക്കണം എന്ന് നിർബന്ധമൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് മനുവിനെ അലക്കാൻ പോകാനും സമ്മതിക്കുന്നില്ല കേട്ടോ. നേരെ ഇതെല്ലാം എടുത്തുകൊണ്ട് കൊല്ലപ്പള്ളിയിലേക്ക് പോയാൽ മതി, അവിടെ ചെന്നിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടാൽ മതി എന്ന് പറയൂ കേട്ടോ. അപ്പോൾ നീ പോകുന്ന സമയത്ത് എന്നെയും കൂടെ കൂട്ടിയാൽ മതി, എനിക്ക് രാമപുരത്ത് ഇറങ്ങുകയും ചെയ്യാമല്ലോ എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല എന്ന് മനു പറയുമ്പോൾ നമുക്ക് പോകുന്ന വഴിയിൽ കഴിക്കാം എന്നൊക്കെയാണ് കേട്ടോ അനന്യ പറയുന്നത്. പിന്നീട് റൂമൊക്കെ ആകെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ഡിസിപ്ലിൻ ഇല്ലല്ലോ എന്നൊക്കെ അനന്യ പറയുമ്പോൾ ഞങ്ങളിവിടെ എല്ലാത്തിനും ഫ്രീഡം കൊടുത്തിരിക്കുകയാണ്, ഏത് സാധനങ്ങൾക്കും എവിടെ വേണമെങ്കിലും ഇരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മനു ആണെങ്കിലും. അപ്പോൾ റൂം ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ മനുവിൻ്റെ കൂടെ ഒരു റൂംമേറ്റും കൂടെ ഉണ്ട്. അപ്പോൾ അയാളെ അടുത്തേക്ക് ചെന്നിട്ട് മനു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട്, ഒന്ന് മാനം മര്യാദയ്ക്ക് കിടക്കുമെന്ന് പറയും കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും അനന്യ റൂമിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. ഇതാണോ മനുവിൻ്റെ ബെഡ്റൂം എന്ന് ചോദിച്ചിട്ട് വരും കേട്ടോ. അപ്പോൾ റൂം നോക്കിയിട്ടാണ് അനന്യ പറയുന്നത് ഇവിടെ ഒരു ഡിസിപ്ലിൻ ഇല്ലല്ലോ എന്നൊക്കെ. എന്തായാലും മനു പെട്ടെന്ന് തന്നെ അനന്യനെ ആ റൂമിൽ നിന്ന് പുറത്താക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റൂംമേറ്റിനെ കാണുമ്പോഴും അനന്യ ചോദിക്കുന്നുണ്ട് ഇതാരാന്ന് കേട്ടോ. അപ്പോൾ ഇത് റൂംമേറ്റാണ്, ഇന്നലെ ഞങ്ങൾ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ട് കിടന്നതാണെന്ന് പറയും കേട്ടോ. എന്തായാലും അനന്യയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ആ റൂംമേറ്റ് ആണെങ്കിലും പെട്ടെന്ന് പുതച്ചു മൂടിയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അനന്യ ആണെങ്കിലും മനുവിനോട് പെട്ടെന്ന് റെഡി ആയിട്ട് വരാൻ പറയുന്നുണ്ട് കേട്ടോ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം മനു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് ഗ്രേസമ്മേനെയും രേവതിക്കുട്ടീനെയാണ് കാണിക്കുന്നത്. ഗ്രേസമ്മയ്ക്കാണെങ്കിലും ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടീനോട് പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഫോണിലെല്ലാം അവർ കളയുമെന്ന് ദൈവത്തിന് അറിയാമെന്ന് പറയുമ്പോൾ അതിനല്ലേ നമ്മൾ മെമ്മറി കാർഡ് വാങ്ങിച്ചു കൊടുത്തത്, ഡേറ്റാസ് എല്ലാം അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതിയല്ലോ എന്ന് പറയട്ടെ. അപ്പോൾ നീ ഇതൊക്കെ പഠിച്ച് വെച്ചിരിക്കുകയാണോ എന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ലായിരുന്നു എന്ന് രേവതിക്കുട്ടി പറയാൻ കേട്ടോ. കുറച്ചൊക്കെ ആൻറ്റി പറഞ്ഞു തന്നു, അതുപോലെ തന്നെ മാമച്ചനങ്ങളും പറഞ്ഞു തന്നു. പിന്നെ ഈ ജോസൂട്ടിക്കാണെങ്കിൽ ഈ സ്മാർട്ട് ഫോണിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം, അങ്ങനെ പഠിച്ചതാന്ന് പറയട്ടെ. അപ്പോഴേക്കും ജോസൂട്ടി ഫോണും കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഗ്രേസമ്മ ശരിയായോ എന്ന് ചോദിക്കുമ്പോൾ ഒരു വിധത്തിൽ അങ്ങ് ശരിയാക്കി എടുത്തിട്ടുണ്ട്, ഇത് ആൻറ്റി ഫോണെന്ന് പറയട്ടെ. അപ്പോൾ അതുപോലെ തന്നെ രേവതിക്കുട്ടി അത് വാങ്ങിക്കാനായിട്ട് നിൽക്കുമ്പോൾ ആൻറ്റിയുടെ മകൻ്റെ ഫോണല്ലേ ഇത്, അതുകൊണ്ട് ആൻറ്റി തന്നെ കയ്യിൽ വെച്ചാൽ മതി, നീ വേണമെങ്കിൽ ആൻറ്റിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോ, അത് ആൻറ്റിയുടെ മകൻ്റെ ഫോണല്ലേ, അതിൽ പല സീക്രട്ടും കാണും, അത് അന്യയുടെ അറിയണ്ടെന്ന് പറയട്ടോ. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ടായിരുന്നു ഞാൻ അന്യൊന്നുമല്ല, എനിക്ക് അങ്കിളും ഉണ്ട് ആൻറ്റിയും ഉണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ അതേ അവളെ പിണങ്ങിയെന്ന് ഗ്രേസമ്മ പറയുമ്പോൾ അവളെ പിണങ്ങിക്കോട്ടെ എന്ന് ജോസൂട്ടിയും തിരിച്ച് പറയുന്നുണ്ടായിരുന്നു.
ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മനു ആണെങ്കിലും അനന്യയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അവളുടെ മുടിയൊക്കെ പിടിച്ചിട്ട് ഇത് എത്ര നാളായി ഇങ്ങനെ ഷാമ്പൂ വാഷ് ചെയ്തിട്ട് നിൻ്റെ തലയിൽ പെഹനില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് രേവതിക്കുട്ടിയാണെങ്കിലും അവരുടെ ചാറ്റ് എടുത്ത് നോക്കിയിട്ട് ഗ്രേസമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നീ പറഞ്ഞ പോലെ ഷെറിൻ പ്രഗ്നൻ്റ് ആയിരുന്നു അല്ലേ, എൻ്റെ ജോമോൻ്റെ കുഞ്ഞ് ഷെറിൻ്റെ വയറ്റിലുണ്ടായിരുന്നു അല്ലേ എന്നിങ്ങനെ പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഗ്രേസമ്മേനെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇനിയിപ്പോൾ ജോമോനില്ലാത്ത സ്ഥിതിക്ക് ഇങ്ങനെ ഷെറിൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ അവർ കളയാൻ സാധ്യതയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഒരു 80% കളയാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പിന്നെ അതിനെ പ്രസവിച്ചിട്ട് അവർ ഉപേക്ഷിച്ചിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെ സംഭവിക്കുമോയെന്ന്. അപ്പോൾ രേവതിക്കുട്ടിയാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെ അല്ലേ ഉണ്ടായത്, അതുപോലെ തന്നെ അലീന ചേച്ചിയും ചിന്നുമോളും ഒക്കെ അങ്ങനെ തന്നെയല്ലേ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഗ്രേസമ്മയ്ക്കാണെങ്കിലും പിന്നീട് പ്രമോല് കാണിക്കുന്നത് ഷെറിൻ പ്രഗ്നൻ്റ് ആയിരുന്നു എന്നാണല്ലോ അവരുടെ ചാറ്റിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അതിങ്ങനെ രേവതിക്കുട്ടി പറയുമ്പോൾ പൊട്ടിക്കരയുന്ന ഗ്രേസമ്മേനെയൊക്കെയാണ് കാണിക്കുന്നത്, സമാധാനിപ്പിക്കുന്ന രേവതിക്കുട്ടീനെയും കാണിക്കുന്നുണ്ട്.